ബോർഡിലേക്ക് ശ്രദ്ധിച്ചെല്ലാരും. ഈ വൃത്തത്തിന്റെ വ്യാസം എങ്ങനെ കണ്ടുപിടിക്കാന്ന് നമുക്ക് നോക്കാം. ആ ലാസ്റ്റ് വേണ്ടി വന്നോ? ഇന്നും പുറത്തന്നെ നിന്നാ മതി. മതി മതി, ആർക്കെങ്കിലും പുറത്തു വേണോ? അപ്പം ഈ രണ്ട് സംഖ്യകൾ തമ്മിൽ കൂട്ടിക്കിട്ടുന്നതാണ് ഈ വൃത്തത്തിന്റെ വ്യാസം. എല്ലാവരും നോട്ട്ബുക്ക് എടുത്തേ. എന്നിട്ട് ഈ ചിത്രം അതേ അളവിൽ നോട്ടിൽ നോക്കി വരച്ചേ. ഇത് എന്തായാലും പരീക്ഷയ്ക്ക് വരും. പിന്നെ ടീച്ചർ എടുത്തിട്ടില്ല അറിഞ്ഞിട്ടില്ല എന്നൊന്നും പറഞ്ഞിട്ട് ആരും ഇങ്ങോട്ട് വരണ്ട. തിങ്കളാഴ്ച ഈ ഭാഗം ക്ലാസ് ടെസ്റ്റ് എടുക്കും. എല്ലാവരും പഠിച്ചിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി കേട്ടോ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. അനുവിന് സംശയമൊന്നുമില്ലല്ലോ? അപ്പൊ ടെസ്റ്റ് പേപ്പർ ആരും മറക്കണ്ട. നിന്നോട് എത്ര കാലം എന്തോണി ക്ലാസ് ലേറ്റ് ആയിട്ട് വരരുതെന്ന് പറയുന്നു? നന്നാവാൻ ഒരു ഉദ്ദേശവും ഇല്ല അല്ലേ? ടീച്ചറെ ഞാൻ കഷ്ടപ്പെട്ടെ എക്സ്ക്യൂസ് ഒന്നും ഉണ്ടാക്കണ്ട. ഇങ്ങനെ പോയാലേ അടുത്ത വർഷം ഈ ക്ലാസ് തന്നെ ഇരിക്കാം. പറഞ്ഞില്ലെന്ന് വേണ്ട. ഇന്നും പുറത്ത് തന്നെയാണോടാ? വാ. ആ ഗുഡ് മോർണിംഗ്. ഇരിക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എം മുകുന്ദൻ്റെ ദൈവത്തിൻ്റെ വികൃതികൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നോവലിൻ്റെ ഭാഗമാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ ആരെങ്കിലും ദൈവത്തെ കണ്ടിട്ടുണ്ടോ? ദിവ്യ, ദൈവത്തെ കണ്ടിട്ടുണ്ടോ? പള്ളിയിൽ പോയാൽ കാണാം മാഷേ ദൈവത്തെ. ആ, അപ്പോൾ പള്ളിയിൽ പോയ ദൈവത്തെ കാണാമെന്നാണ് പറയുന്നത്. വേറെ ഫസൽ എന്തിയെ? വാപ്പ പറയുന്നത് എല്ലായിടത്തും ദൈവം ഉണ്ടെന്നാ. പക്ഷേ ഞങ്ങൾ പള്ളിയിൽ പോയാൽ പ്രാർത്ഥിക്കാറ്. അപ്പോൾ അവൻ്റെ പള്ളിയിൽ പോയാൽ അവിടെ എന്ത് ദൈവമുണ്ട്. ഇനി വേറെ ഏതെങ്കിലും അഭിപ്രായം ഉള്ളവരുണ്ടോ? ആകാശം എന്തിയെ? ഞങ്ങളുടെ നാട്ടിൽ അമ്പലത്തിലാണ് ദൈവം. ഓരോ അമ്പലത്തിലും വേറെ വേറെ ദൈവങ്ങളാണ്. ഇരുന്നോ. അപ്പോൾ നിങ്ങളെല്ലാം പറഞ്ഞതനുസരിച്ച് പല ദൈവങ്ങളുണ്ട് അല്ലേ? അമ്പലത്തിൽ, മോസ്കിൽ, പള്ളിയിൽ. ഞാൻ എൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു കാര്യം പറയാം. ഞാൻ ദൈവത്തെ കണ്ട ഒരു കാര്യം പറയാം. ഞാൻ ഇവിടെ ജോലിയൊക്കെ കിട്ടി ആദ്യമായിട്ട് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ബസ് സ്റ്റാൻഡിൽ വെച്ച് എൻ്റെ പേഴ്സും എൻ്റെ ബാഗും ഒക്കെ നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ എൻ്റെ സർട്ടിഫിക്കറ്റും പൈസ എല്ലാം അതിൻ്റെ അകത്താണ്. അപ്പോൾ ഞാൻ ആകെ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചു പോയി. കാരണം നമ്മൾ ഈ ജോലിയൊക്കെ പോവുകയും ഈ സർട്ടിഫിക്കറ്റ് ഒന്നും ഇല്ലെങ്കിൽ. അങ്ങനെ ഞാൻ തിരിച്ച് ബസ് സ്റ്റാൻഡിൽ ചെന്നപ്പോൾ ആ സാധനം അവിടെ ഇല്ല. ഭയങ്കര ടെൻഷനായി. അങ്ങനെ ഞാൻ ടെൻഷൻ അടിച്ച് ഇവിടെ വരുമ്പോൾ ഒരാൾ ഈ സാധനമായിട്ട് ഇവിടെ നിൽക്കുക. ഒരു കറുത്ത് തടിച്ച് കഷണ്ടിയൊക്കെ ആയിട്ട് ഒരാൾ. നമ്മൾ ഈ സിനിമയിലൊക്കെ വില്ലന്മാരെ കാണത്തില്ലേ, അതുപോലെ ഒരാൾ. അപ്പോൾ അത് തിരിച്ചിട്ടോടുകൂടിയാണ് എനിക്ക് ഞാൻ നോക്കുമ്പോൾ അയാളൊരു ദൈവത്തെ പോലെ എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും ദൈവം എന്ന് പറയുന്നത് പല രീതിയിലായിരിക്കും. എന്നെ സംബന്ധിച്ച് ആ കറുത്ത് തടിച്ച് കഷണ്ടിയായിട്ടുള്ള മനുഷ്യനാണ് എൻ്റെ ദൈവം എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പലരും നമ്മുടെ മുന്നിൽ ദൈവങ്ങളായിട്ട് വരും. അതുപോലെ നമുക്കും പലരുടെ മുന്നിലും ദൈവങ്ങളാവാനും പറ്റും. അപ്പോൾ നമുക്ക് ബാക്കി പുസ്തകത്തിൽ പഠിക്കാനുള്ള ഭാഗത്തിലേക്ക് നമ്മളൊന്ന് പറഞ്ഞതേ ഉള്ളൂ. സ്കൂളിൽ നിന്ന് വരുന്നഴിക്കേ ഞാൻ തമണ്ണ കണ്ട് പൈസ വാങ്ങാനാള് നാളെ വരുന്ന പറഞ്ഞു. അമ്മയുടെ അടുത്ത് പറയാൻ പറഞ്ഞു. കഴിഞ്ഞ ആഴ്ച അയാൾ ഇവിടെ വന്ന് ബഹളം വെച്ചിട്ടാ പോയത്. മോനപ്പം സ്കൂളിൽ പോയിരിക്കായിരുന്നു. എങ്ങനെയെങ്കിലും അയാളുടെ കാശ് കൊടുത്ത് തീർക്കണം. നമുക്ക് നമ്മുടെ അമ്മണിയാണ്ടി കുട്ടീനെ വിറ്റാല. അത് വേണ്ട മോനെ. മോനെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടല്ലേ അമ്മണിയാട്. അത് വേണ്ട. വേറെ എന്തെങ്കിലും ഒരു വഴി നോക്കാം. ആ ആടുള്ളതുകൊണ്ട് ഞാൻ സ്കൂളിൽ പോകാൻ വൈകണത്. പിന്നെ നമുക്ക് ആടിനും പിന്നെയും പേടിക്കാല. പിന്നെ അമ്മ അല്ല എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കുട്ടി. എന്നാലും ആടിനെ വിറ്റതുകൊണ്ട് മാത്രം അയാൾക്ക് കൊടുക്കാനുള്ളത് തികയൊന്നും തോന്നണില്ല. നമുക്കേ ഡയാലിസിന് വെച്ചിരിക്കുന്ന കാശൂരി എടുക്കാം. അയ്യോ അതിനോ? അതിന് ദൈവം എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും. മോനിപ്പോൾ കിടന്ന് ഉറങ്ങിക്കോ. ഉറങ്ങിക്കോ.
നമുക്കേ നാളെ പ്രസിഡന്റിന്റെ അടുത്തൊന്ന് പോയി നോക്കാം. പഞ്ചായത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു സഹായം കിട്ടാതിരിക്കില്ലല്ലോ. ആടിനെ കൊണ്ടുപോകാൻ നാളെ റഷീദിനോട് ഒന്ന് ഇങ്ങോട്ട് വരാൻ പറഞ്ഞേക്ക്. ഏത് ആ ഇറച്ചോടണം റഷീദ്? അത് തന്നെ. നിങ്ങളെന്ത് വർത്താന ചാക്കോച്ചായി പറയുന്നത്? നിങ്ങളുടെ പള്ളിക്കാരെ വോട്ടുണ്ടല്ലേ ഞാൻ ഇവിടെ ജയിച്ചിരിക്കുന്നത്. അപ്പൊ പള്ളിക്കൊരു ആവശ്യം വന്നാ ഞാൻ ചെയ്യാണ്ടിരിക്കുവോ? അല്ല, അത് ശരിയാണ്. നിങ്ങൾക്കിപ്പോ പള്ളി പണിയാൻ കാശ് വേണം, അതല്ലേ കാര്യം? അതെ. നിങ്ങൾ ധൈര്യമായിട്ട് പള്ളിപ്പണി തുടങ്ങിക്കോ, കാശ് ഞാൻ ഒപ്പിച്ചുതരാം. പിന്നെ ദൈവത്തിന്റെ കാര്യമാകുമ്പോ നമുക്ക് ചെയ്യാണ്ടിരിക്കാൻ പറ്റുമോ? ധൈര്യമായിട്ട് ചെല്ലേ. എന്നാ പിന്നെ ഞങ്ങളങ്ങോട്ട്. അതൊക്കെ ഞാനേറ്റ്. പ്രസിഡന്റെ, ആ നാട് വിട്ടുപോയ പ്രകാശന്റെ മോനും ഭാര്യയും വന്നിട്ടുണ്ട്. ആ വരാൻ പറ. ഓ, വാ. ഇരിക്കി. ചികിത്സാ സഹായം അല്ലേ? ഇതൊന്നും നടപടിയാവുന്ന എനിക്ക് തോന്നുന്നില്ല. എങ്ങനെയെങ്കിലും ശരിയാക്കി തരണം പ്രസിഡന്റ്. വേറെ ഒരു വഴിയില്ലാത്തോണ്ടാ. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ പുറമ്പോക്ക് ഭൂമിയിൽ താമസിക്കുന്ന ആൾക്കാരാണ്. പിന്നെ ഒരു ഐഡന്റിറ്റി കാർഡോ ആധാർ കാർഡോ ഒന്നുമില്ലാത്ത നിങ്ങൾ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് പോലും ഗവൺമെന്റിന് അറിയില്ല. പിന്നെ ഞാൻ എവിടെ നിന്ന് പൈസ എടുത്തു തരാനാ? ഇതിനൊക്കെ ഓരോ നിയമങ്ങളില്ലേ? ഞങ്ങളും മനുഷ്യന്മാരല്ലേ പ്രസിഡന്റ്? അതൊക്കെ ശരി തന്നെ, ഗവൺമെന്റ് കാര്യല്ലേ, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നല്ലേ ചെയ്തു തരാൻ പറ്റൂ. നിങ്ങളിപ്പോ തൽക്കാലം ചെല്ലി, ഞാനൊന്ന് ആലോചിക്കട്ടെ. ചേട്ടാ അവിടെ നിർത്തോ? എന്നാ ശരി, എവിടെ പോവാ? ഞാനിപ്പോ വരാം. അമ്മ നോക്കൂ.
നമ്മളെ സഹായിക്കാൻ എന്താമ്മ അവരില്ലാത്തത്? മോനെ അന്തോണി, നിന്റെ അപ്പൻ്റെ എൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ അന്യമതക്കാരനെ കല്യാണം കഴിച്ചു എന്നും പറഞ്ഞ് പള്ളിയിൽ നിന്നും വീട്ടിൽ നിന്നും എന്നെ പുറത്താക്കി. ഞാനൊരു അസുഖക്കാരിയാണെന്ന് അറിഞ്ഞപ്പോൾ നിന്റെ അപ്പൻ എന്നെ നിന്നെ ഉപേക്ഷിച്ച് എങ്ങോട്ടോ പോവുകയും ചെയ്തു. പിന്നെ നമുക്ക് രണ്ടുപേർക്കും ദൈവം മാത്രമായി കൂട്ട്. അതിന് നമ്മുടെ പ്രാർത്ഥന ഒന്നും ദൈവം കേൾക്കുന്നില്ലല്ലോ. അന്തോണി, നീ വെറുതെ ആവശ്യമില്ലാത്തത് ചിന്തിച്ച് കൂട്ടാതെ പെട്ടെന്ന് ആ കഞ്ഞി കുടിച്ച് തീർക്കാൻ നോക്ക്. എന്നിട്ട് ആ ഗുളിയെന്ന് എടുത്തതാ. വേദന സഹിക്കാൻ വയ്യ, ഞാൻ ഒന്ന് കിടക്കട്ടെ. അതാവേ നിങ്ങളിങ്ങനെ ഇടയ്ക്ക് വന്ന് ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, കൃത്യമായ ഡയാലിസിസും മരുന്നും ചെയ്താൽ മാത്രമേ എനിക്ക് എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുള്ളൂ. ഇനിയും കാര്യങ്ങൾ ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ബുദ്ധിമുട്ടാവും. ആശുപത്രി പോകണം. വേറെ ഒരു വഴിയില്ലാത്തോണ്ട ക്ഷമിച്ചേക്കണേ.
എന്നാലും എന്നെ ഏർപ്പാടായത്. കാശെടുത്തവൻ എവനായാലും അവന് ദൈവം കൊടുക്കും. ദൈവത്തിന്റെ കാശ അനുഭവിക്കാതെ എവിടെ പോനാ? പോലീസ് വിളിച്ചോ? ആർക്കറിയാം? പള്ളി കമ്മിറ്റിക്കാരൊക്കെ അറിയാലോ. അവൻ നന്നായി മെനക്കെട്ടിട്ടുണ്ട്. വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റും. പോലീസ് വരട്ടെ, അപ്പൊ അറിയാം. തോമസേട്ടാ, ഇതെന്താ പറ്റിയേ? ഇന്നലെ രാത്രിയിൽ ആരണ്ടോ നേർച്ച പൊട്ടി പൊളിച്ചു. കാശും കൊണ്ട് പോയി. പള്ളി പണിയാൻ വെച്ച കാശായിരുന്നു. എന്നാലും ഇതാരം വല്ലാത്തൊരു കഷ്ടം തന്നെ. കാശ് കുറെ കൊണ്ടുപോയി. ആർക്കറിയാം? അല്ല, നീ എങ്ങോട്ടാ? നമ്മുടെ ലീലേച്ചനെ കൊണ്ട് ഡയാലിസിന്. അല്ല, ആരെങ്കിലും സംശയമുണ്ടോ? ഇവിടെ ഉണ്ടായിരുന്ന ഭ്രാന്തനെ രാവിലെ മുതൽ കാണാനില്ല. അയാളെ എല്ലാവർക്കും സംശയം. അത് ശരി. പോലീസും അച്ഛനും വരുന്നുണ്ട്. വരുന്നുണ്ടല്ലേ? ഞാനങ്ങോട്ട്. എന്നാലും ഈ പൂട്ടങ്ങനെ പൊട്ടിച്ചു. അതിലെങ്ങാനായിരിക്കും. എന്നാലും ആരായിരിക്കും ആ പൈസ കൊണ്ടുപോയിട്ടുണ്ടാവുക? ആർക്കറിയാം? ആ ഭ്രാന്തനെ എല്ലാവർക്കും സംശയം. അയാൾ ഇവിടുന്ന് വന്നു പോലും ആർക്കറിയില്ല. ഇനിയിപ്പോ എവിടെ പോയി കണ്ടുപിടിക്കാനാ? എന്തേലാവട്ടെ. അല്ലേലും ദൈവത്തിന് എന്തിനാ നമ്മുടെ കാശ്?